അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സ്ത്രീയും സൗന്ദര്യവർദ്ധക വസ്തുക്കളെക്കുറിച്ചുള്ള സംശയ നിവാരണമാണ്. ഒന്നാമത്തെ സംശയം, നെറ്റിയുടെ മുടി മുറിക്കുന്നത് സ്ത്രീകൾക്ക് അനുവദനീയമാകുമോ എന്നതാണ് സംശയം. അതിന് മറുപടി, പരിഷ്കാരത്തിൻ്റെ പേരിൽ പുരുഷന്മാരോട് സാദൃശ്യമാവുന്ന രീതിയിലാണ് മുടി മുറിക്കുന്നതെങ്കിൽ ഹറാമാണ്. മറ്റു വല്ല ആവശ്യത്തിനുമാണെങ്കിൽ വിരോധമില്ല. പിന്നെ മറ്റൊന്ന്, കിലുങ്ങുന്ന പാദസരം ഉപയോഗിക്കുന്നത് തെറ്റാണോ എന്നതാണ് ചോദ്യം. അതിന് മറുപടി, മിതമായ ആഭരണം ധരിക്കൽ സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. പാദസരവും ആ വിഭാഗത്തിൽപ്പെടുന്നു. എന്നാൽ അന്യപുരുഷന്മാരുടെ ശ്രദ്ധയാകർഷിക്കാൻ ഈ കിലുക്കം കാരണമാകുമെങ്കിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് കൺമഷി, പൗഡർ, ക്രീം മുതലായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാമോ? അതിന് മറുപടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഭർത്താവിൻ്റെ സന്തോഷത്തിനാണെങ്കിൽ അനുവദനീയം, അന്യരെ കാണിക്കാനാണെങ്കിൽ കുറ്റകരവും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരലിന് തടസ്സമാവരുത്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് ചുരിദാർ ധരിക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് പുരുഷന്മാരുടെ വേഷമാണെന്നും സ്ത്രീകൾക്ക് പാടില്ലെന്നും കേൾക്കുന്നു, ശരിയാണോ? അതിന് മറുപടി, ചുരിദാർ പുരുഷന്മാരുടെ വേഷമാണെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഫാൻസിൽ നിന്നും ഷർട്ടിൽ നിന്നും എത്രയോ വ്യത്യാസമുള്ളതാണ് ചുരിദാർ. വസ്ത്രം ധരിക്കുമ്പോൾ ഇടുങ്ങിയതാവരുതെന്ന് നിയമമുണ്ട്. ശരീരത്തിൻ്റെ വടിവ് തിരിച്ചറിയുന്ന വിധത്തിലാവരുത് വസ്ത്രധാരണം. മറ്റൊന്ന്, സ്ത്രീ തലമുടി മറക്കാതിരുന്നാൽ കുറ്റക്കാരിയാകുമോ? അതിന് മറുപടി, തലമറക്കുന്നതിലെ അലംഭാവം ഒഴിവാക്കിയേ മതിയാവൂ. ഒരു വിശ്വാസിനിയുടെ ബാധ്യതയാണത്. സ്ത്രീയുടെ ഔറത്തിൽപ്പെട്ടതാണ് മുടിയും. അന്യപുരുഷന്മാരിൽ നിന്ന് എപ്പോഴും മറച്ചിരിക്കേണ്ടത് നിർബന്ധമാണ്. ശരീരത്തിലെ ഇത്തരം ഭാഗങ്ങൾ കൃത്യമായി മറച്ചു നടക്കാത്ത സ്ത്രീകൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാനാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, സ്വർണ്ണ പാദസരം സ്ത്രീകൾക്ക് ഉപയോഗിക്കാമോ? അതിന് മറുപടി, സ്ത്രീകൾക്ക് പാദസരമടക്കം ഏത് സ്വർണ്ണാഭരണവും ഉപയോഗിക്കാം. പക്ഷേ അമിതമാവുന്നത് നല്ലതല്ല. ഈ അലങ്കാരങ്ങളൊന്നും അന്യപുരുഷന്മാരെ ആകർഷിക്കാൻ ഉപയോഗിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയൊരു ചോദ്യമുണ്ട്. കൈകാലുകളിൽ മൈലാഞ്ചി തേക്കുന്നതിൻ്റെ വിധിയെക്കുറിച്ചും പറയുന്നുണ്ട്. പുരുഷന് കൈകാലുകളിൽ മൈലാഞ്ചിയിടൽ ഹറാമാണ്. ഇഹ്റാം കെട്ടിയ സ്ത്രീകൾക്ക് മൈലാഞ്ചിയിടൽ സുന്നത്തില്ല. ഭർത്താവ് മരിച്ചതിനാൽ ഇദ്ദയുള്ളവൾക്ക് മൈലാഞ്ചിയിടൽ ഹറാമാണ്. 3 തലാഖ്, ഫസ്ഖ്, പ്രതിഫലത്തിന് പകരമായി ത്വലാഖ് ഇവയിലുള്ള ഒന്നുകൊണ്ട് ഇദ്ദയിരിക്കുമ്പോൾ മൈലാഞ്ചി ഉപേക്ഷിക്കൽ സുന്നത്താണ്. ഭർത്താവിന് മടക്കിയെടുക്കാവുന്ന രീതിയിൽ ത്വലാഖിന് വിധേയമായവൾക്ക് ഭംഗി കൊണ്ട് ഭർത്താവ് മടക്കിയെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അവൾക്ക് മൈലാഞ്ചി ഇടുന്നതിൽ സുന്നത്തും, പ്രതീക്ഷയില്ലെങ്കിൽ ഉപേക്ഷിക്കലാണ് നല്ലത്. ഈ വിധത്തിലൊന്നും പെടാത്തവർക്ക് ഭർത്താവിൻ്റെ അധീനതയിലുള്ളവളാണെങ്കിൽ അവർക്ക് കറാഹത്തുമാണ് എന്നതാണ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.